നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കൊടുങ്ങല്ലൂരം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ നാവിൽ വർഗീയതയുടെ തിരുമധുരം പുരട്ടി അദ്ദേഹത്തെ ഗുരുവായൂരിലേക്ക് പറഞ്ഞയച്ചതാണെന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. വർഗീയതയുടെ തിരുമധുരം എന്ന് പറയുന്ന ഒരു പ്രയോഗം കേട്ടപ്പോൾ പലർക്കും അത്ര കണ്ട് ദഹിച്ചിട്ടുണ്ടാവില്ല. ഇവൻ നല്ല അർത്ഥത്തിലാണോ പറഞ്ഞത്, മോശം അർത്ഥത്തിലാണോ എന്നുള്ളത്, അല്ലേ? വാസ്തവം പറഞ്ഞാൽ ഞാൻ വളരെ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂരിൽ ചുവരെഴുത്ത് നടത്തി. അദ്ദേഹം താമര വരച്ചു. അദ്ദേഹത്തിനത് മായ്ക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ പിന്നാലെ വരുന്നവർ ആ ചുവരെഴുത്ത്, ആ താമര മായ്ക്കുന്നുണ്ട്. പകരം 2020 സ്ഥാനാർത്ഥിയുടെ പേരവിടെ എഴുതി ചേർക്കും. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന് അതിൽ സങ്കടമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടു. സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വന്നിറങ്ങി ഗുരുവായൂരെത്തി ആ മനുഷ്യൻ ആദ്യം പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്ന് ഹൈന്ദവ നാമധാരിയായിട്ടുള്ള ഒരു MLA സംഭവിച്ചിട്ടില്ല, നിയമസഭ കണ്ടിട്ടില്ല? എന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഹിന്ദു എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ MLA ആക്കാത്തത്? പ്രബുദ്ധ മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മതേതര മലയാളികളെ സംബന്ധിച്ച് ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന ഒരു ഭാവത്തോടു കൂടി കേൾക്കാനായിരിക്കും അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും എന്റെ ഒരു അഭിപ്രായത്തിൽ അവാസ്തവമായിട്ടുള്ള ഒരു പ്രയോഗമല്ല അദ്ദേഹം നടത്തിയത് എന്നുള്ളത് മാത്രമല്ല അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തെ PK കോരു എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് പ്രതിനിധീകരിക്കുന്നത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. PK കോരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള PK കോരു. അതിനുശേഷം 1960 KG കരുണാകര മേനോൻ അവിടെ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുന്നു. 5 വർഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച KG കരുണാകര മേനോൻ മാറിയതിനു ശേഷം കോൺഗ്രസുകാർ ആ സീറ്റ്, ആ മണ്ഡലം മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതായത് കോൺഗ്രസുകാരാണ് അതിന് തുടക്കമിട്ടിരിക്കുന്നത്. അവർക്ക് കൈവശം വെക്കാമായിരുന്നു. അവർ വിജയിച്ച മണ്ഡലമാണ്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രതിനിധീകരിക്കുന്ന നിലയിൽ മാത്രമേ ആ ഒരു ഗുരുവായൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം നമ്മളുടെ ആരുടെയും മനസ്സിലേക്ക് കടന്നു വരുള്ളൂ. ചരിത്രം പരിശോധിച്ചാൽ പോലും ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണന്റെ പ്രദേശം എന്ന് പറയുന്ന ഒരു പ്രതീതി തന്നെയാണ് ചരിത്രം പോലും ചരിത്ര തൽപരരായിട്ടുള്ള മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ട് 50 വർഷമായിട്ട്, 1/2 നൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ലാത്തത്? അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്തോ മോശപ്പെട്ട ഒന്ന് പറഞ്ഞു എന്ന് പറയുന്ന മനുഷ്യരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വളരെ ആത്മാർത്ഥമായിട്ട്. നമ്മുടെ ഈ കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന് അടിസ്ഥാനമാകുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് സമ്മതിദായകരുടെ ജാതിയും മതവുമാണ് എന്ന് പറയുന്ന സത്യം ഇവിടെ നിലനിൽക്കുന്നില്ലേ? ഏത് പാർട്ടിയായാലും മണ്ഡലത്തിലുള്ള സമ്മതിദായകരുടെ ജാതിയും മതവും പരിശോധിച്ചുകൊണ്ട് ജാതിക്കാരുടെയും മതസ്ഥരുടെയും തലയെണ്ണി ആർക്കാണ് അവിടെ സ്വാധീനമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം സ്ഥാനാർത്ഥിയെ നിർത്തുന്ന അത്രയും ദുഷിച്ച മനോഭാവമുള്ള പാർട്ടികളും നമ്മന്റെ ആളുകളാണ് എന്ന വിചാരത്തോടുകൂടി ജാതിയും മതവും നോക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് നടക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള പൗരജനവും തീർച്ചയായിട്ടും തലകുനിക്കണ്ടേ? വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ആ ഒരു ചോദ്യം കേട്ടിട്ട് പ്രബുദ്ധ മലയാളികളോ അല്ലെങ്കിൽ മതേതര മലയാളികളോ അല്ല തലകുനിക്കേണ്ടത്, അയ്യേ എന്ന് വെക്കേണ്ടത്. തീർച്ചയായിട്ടും അത് ഹിന്ദുക്കളായിട്ടുള്ള ആ നിയോജക മണ്ഡലത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യരാണ് തീർച്ചയായിട്ടും അയ്യേ എന്ന് വെക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് 1960 കോൺഗ്രസുകാരനായിട്ടുള്ള KG കരുണാകര മേനോൻ വിജയിച്ച ഒരു സീറ്റ് ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നത്? ഇന്നുള്ള മുസ്ലിം സമുദായത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞ് ഇന്നുള്ളതിനേക്കാൾ എന്തായാലും കുറവ് തന്നെ ആയിരിക്കും 1960. പക്ഷെ അന്ന് പോലും ഗുരുവായൂർ മണ്ഡലം ഞങ്ങൾക്ക് വേണം എന്ന് കോൺഗ്രസിന്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്താൻ അന്നവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാവും, അല്ലെ? സ്വാഭാവികമല്ലേ? ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? ഈ ആലോചനകൾക്കുള്ള അവസരമല്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഈ ഒരു ചോദ്യത്തിലൂടെ, ഈ ഒരു വിഷപ്രസ്താവന എന്ന് മതേതര പ്രബുദ്ധ മലയാളികൾ പറയുന്ന ഈ വിഷപ്രസ്താവനയിലൂടെ മുന്നോട്ട് വെച്ചത്, അല്ലേ? എന്തുകൊണ്ടാണ് അന്ന് വിട്ടുകൊടുത്തത്? അതൊരു കോൺഗ്രസിന്റെ സീറ്റായിട്ട് അവിടെ നിലനിർത്താൻ അവർക്ക് പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? അതിനുശേഷം വി വടക്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെയും എനിക്ക് ജാതിയോ മതമോ ഒന്നും എനിക്കറിയില്ല, PK കോരുവിന്റെയും ജാതിയും മതവും അറിയില്ല, അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഇടത് വലത് സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ചു വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വി വടക്കിന് ശേഷം 1977 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. 2006, 2011, 2016, 2021 20 വർഷം തുടർച്ചയായിട്ട് ഇടതുപക്ഷം ജയിച്ചു വരുന്ന സ്ഥലമാണ് ഗുരുവായൂർ. ഈ 4 തവണയിൽ ഒരു തവണ പോലും ഒരു ഹൈന്ദവ നാമധാരിയെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ധൈര്യം ഇടതുപക്ഷത്തിനും ഉണ്ടായിട്ടില്ല.
കഴിഞ്ഞ 20 കൊല്ലമായിട്ട്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഒരു 50-55% ഹിന്ദുക്കളുണ്ട് എന്ന് പറയുന്നു. മോശമല്ലാത്ത ഒരു സംഖ്യയാണെന്ന് നമുക്ക് തോന്നാം, അല്ലെ? പക്ഷെ അവിടെയുള്ള ഹൈന്ദവർ സംഘടിത ബുദ്ധരല്ല. അതുകൊണ്ട് 50% 55% ഹിന്ദുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഹിന്ദു നാമധാരികളൊക്കെ ഹിന്ദുക്കളാണെന്നാണോ വിശ്വസിക്കേണ്ടത്? കാനേഷുമാരി കണക്കിൽ ഹിന്ദുക്കൾ തീർച്ചയായിട്ടും 50%, 52%, 55% കാണുമായിരിക്കാം. പക്ഷെ അവർ ഹിന്ദുക്കളാണോ? അതെങ്ങനെ പറയാൻ പറ്റും? ഈ ചോദ്യമൊക്കെയല്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉയർത്തിവെച്ചത്. അതായത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു ഹിന്ദു നാമധാരി ഹിന്ദുവായിട്ടല്ല ജീവിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു ഹിന്ദു നാമധാരി ഹിന്ദുവായിട്ടല്ല ജീവിക്കുന്നത്, കോൺഗ്രസ്സുകാരനായിട്ടാണ്, അല്ലേ? എന്നാൽ മറ്റ് മതസ്ഥരുടെ കാര്യത്തിൽ അങ്ങനെയാണോ? അവർ രാഷ്ട്രത്തിനും ജനാധിപത്യത്തിനും കൊടുക്കുന്നതിലും വലിയ പ്രാധാന്യം മതത്തിനാണ് കൊടുക്കുന്നത്. ഏത് പ്രസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞാലും അവർ മതസ്ഥരായിട്ടാണ് നിലകൊള്ളുന്നത്. ഞങ്ങൾ സാമുദായിക പാർട്ടിയാണ്. മിനിമം ആ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ സമുദായത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാ പിന്നെ ഞാനിതിനെ മുസ്ലിം ലീഗായിട്ട് നിൽക്കുന്നത്? അത് നമ്മൾക്ക് പറയാൻ പറ്റുന്നില്ല. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, അത്ര സൗന്ദര്യം കാണില്ല സത്യത്തിന്, അത്രമാത്രം മധുരം കാണില്ല സത്യത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗോപാലകൃഷ്ണന്റെ വായിൽ വർഗീയതയുടെ തിരുമധുരം പുരട്ടിയാണ് നമ്മളുടെ കൊടുങ്ങല്ലൂരമ്മ ഗുരുവായൂരപ്പന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തെ വിട്ടത്, ഗോപാലകൃഷ്ണനെ വിട്ടത്. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് അറിയാം ഗോപാലകൃഷ്ണന്റെ സേവനം എനിക്കല്ല ഇപ്പോൾ അത്യാവശ്യമായിരിക്കുന്നത്, അത് സാക്ഷാൽ ഗോപാലകൃഷ്ണന് തന്നെയാണ്, നമ്മുടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ സേവനം ആവശ്യമായി വന്നിരിക്കുന്നത് എന്നുള്ളത്. അത് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂരമ്മ ഗുരുവായൂരപ്പന്റെ നാട്ടിലേക്ക് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ ഗോപാലകൃഷ്ണ സേവകനായി മാറ്റി വിട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിചാരമാണ് എനിക്കുള്ളത്. അതായത് ഗോപാലകൃഷ്ണൻ സാക്ഷാൽ ഗോപാലകൃഷ്ണനെ സേവിക്കുക, ഗോപാലകൃഷ്ണനെ സേവിക്കുക, സ്വയം സേവകൻ എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണുകയും ചെയ്യാം, വ്യാഖ്യാനിക്കുകയും ചെയ്യാം. എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമായിരിക്കില്ല. അദ്ദേഹം പരാജയപ്പെടാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് പറയുന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു രസമുണ്ട്, നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഹിന്ദു എന്ന് പറയുന്ന ഒരു കെട്ട കൂട്ടമാണ്. കാരണം 2020 മുതൽ ഈ കഴിഞ്ഞ 6 വർഷം ഏറ്റവും ശക്തമായ ദേശീയ ബുദ്ധിയോടുകൂടി മാത്രമേ ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. അത്യാവശ്യം ഹൈന്ദവ പറ്റും എനിക്കുണ്ടായിരുന്നു. വർഗീയതയല്ല ഞാൻ പറയുന്നത്, ഹൈന്ദവ പറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഹിന്ദുക്കൾക്കാണ് മനുഷ്യനായും മതേതരനായും ഏറ്റവും അധികം ആ ഒരു ഭാവത്തോടെ, മനുഷ്യൻ എന്ന നിലയിൽ മാനവിക ഭാവത്തോടെയും അതേപോലെ തന്നെ മതേതര ബുദ്ധിയോടുകൂടിയും ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള മാനസിക സാഹചര്യങ്ങളും സാംസ്കാരിക ബോധവും ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സമുദായം എന്ന് പറയുന്നത് ഹൈന്ദവരാണ് എന്ന് പറയുന്ന ഉത്തമ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ആ എന്നെ വരെ ഹൈന്ദവരെ പ്രതിനിധീകരിക്കുന്നു എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ സംഘടന വരെ എന്നെ ദേശദ്രോഹിയും ഹിന്ദു വിരുദ്ധനുമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ ശക്തി കണ്ടുകൊണ്ട് അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ ഹിന്ദുനാമധാരികളായിട്ടുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദു എന്ന നിലയിൽ എനിക്ക് പോലും അല്പം നാണക്കേട് തോന്നി. ആ എന്നെ പോലുള്ള ഒരു മനുഷ്യനെ വരെ ഒരു നിമിഷത്തേക്കെങ്കിലും ഇതൊക്കെ എന്തിന് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മരവിപ്പ് ഉണ്ടാക്കാൻ ഇതുപോലുള്ള കെട്ട കൂട്ടർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോങ്ങൻ അങ്ങനല്ല കേട്ടോ. നിങ്ങൾ അത് പറയരുത്. നിങ്ങളോട് വിയോജിപ്പുണ്ടായി, നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടാവും, അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ തീർത്തോളൂ. പക്ഷേ പോങ്ങൻ ദേശവിരുദ്ധനാണ്, ഹിന്ദു വിരോധിയാണ് എന്ന് പറയരുത് കേട്ടോ എന്ന് പറയാനുള്ള സത്യസന്ധത, അതിനുള്ള സത്യസന്ധത പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞ കുറേ കാലമായി കേട്ട മനുഷ്യർക്ക് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP എന്ന് പറയുന്ന സംഘടനയെ ഓർത്ത് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഇതുപോലുള്ള ഹിന്ദുക്കൾക്കിടയിലാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ട് ഗുരുവായൂരിൽ നിന്നും ഹിന്ദുവായിട്ടുള്ള ജനപ്രതിനിധി ഉണ്ടായില്ല എന്നും മറ്റും ചോദിക്കുന്നത്. ഇതുപോലുള്ള ഹിന്ദുക്കളുടെ മുന്നിലാണെന്ന് ആലോചിച്ച് നോക്കുക. എന്നെ വരെ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കേമനെന്നല്ല പറഞ്ഞത്, ഏറ്റവും കെട്ടകാലത്ത് പോലും ഇന്നിപ്പോൾ സംഖ്യകൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ ധാരാളം ബുദ്ധിജീവികളടക്കമുള്ള ഒരുപാട് സാമൂഹ്യ മൂല്യമുള്ള ആളുകളുണ്ട്. ഒരു 2012, 13, 14 കാലങ്ങളിലൊന്നും മോദിജിയുടെ 1ാം സർക്കാർ രൂപീകരിക്കപ്പെടുന്നതിന് തൊട്ട് മുന്നേ സോഷ്യൽ മീഡിയകളിലൂടെ സംഖ്യകൾ അതിഭീകരമായിട്ട് ആക്ഷേപിക്കപ്പെടുന്ന കാലത്ത് ഏറ്റവും അധികം നാവാടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നാവാടുകയല്ല ചെയ്തിട്ടുള്ളത്, വരമൊഴി സമ്പ്രദായത്തിൽ. അതിനുശേഷം നാവാട്ടം തുടങ്ങിയപ്പോഴും ഞാൻ അതേ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ പോലും ഇവിടെ ഹിന്ദു വിരുദ്ധനായിട്ട് അവതരിപ്പിക്കാൻ ആളുകൾക്ക്
സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഹിന്ദു വിരുദ്ധനാണ് പോങ്ങൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ്, ദൈന്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് CPM പോലുള്ള പ്രസ്ഥാനത്തോട് വരെയും ആരും അറിയാതെ അതീവ രഹസ്യമായി പല നിലയിലുള്ള ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എതിർ പാർട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു നിലയിലേക്കെങ്കിലും അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും ഇവിടെ BJPക്ക് അല്ലെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്നുള്ളതല്ല, അങ്ങനെ ഒരു പേരുദോഷം പോലും കേൾക്കേണ്ട നില വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഹിന്ദുക്കൾ കാരണമാണെന്ന് പറയുന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എനിക്കത് പറയാൻ യാതൊരു ഭയവുമില്ല. അതുകൊണ്ട് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പറഞ്ഞത് അതിന്റെ ഗുണം എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് കരുത്തു പകരും എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഹിന്ദുക്കൾക്ക് ആ പറഞ്ഞതിന്റെ പൊരുൾ പോലും മനസ്സിലാക്കാനോ എന്താണ് എന്നു മുതലാണ് ഗുരുവായൂർ മണ്ഡലം ഇങ്ങനെ ആയി പോയതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഈ ജനാധിപത്യ കാലത്ത് മതാധിഷ്ഠിതമായിട്ട് ആളുകൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു വിശ്വാസവും എനിക്കില്ല. പക്ഷേ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനാധിപത്യത്തെ മതാധിപത്യത്തിന്റെ കീഴിലേക്ക് ആക്കാൻ പരിശ്രമിക്കുന്ന ഒരു സംഘടിത സമൂഹം ഇവിടെ ഉണ്ടായി വരുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു ഒറ്റക്കെട്ടാവണം. ആ ഒറ്റക്കെട്ടാവൽ ഏതെങ്കിലും ദൈവത്തിന്റെ പേരിലുള്ള ഒറ്റക്കെട്ടാവലല്ല. കാരണം 33 കോടി ദൈവങ്ങളുള്ള ഒരു വലിയ സമുദായമാണ് ഹിന്ദു സമുദായം എന്ന് പറയുന്നത്, ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെയും ദേശീയതയുടെയും പേരിൽ മാത്രമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് വരേണ്ടത്. ഒറ്റക്കെട്ടാണ് ആവേണ്ടത്, അല്ലാതെ പല കെട്ടുകളായി മാറുകയല്ല ചെയ്യേണ്ടത്. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, ദേശവിരുദ്ധരായിട്ടുള്ള ആളുകൾ സ്പോൺസർ ചെയ്യുന്ന ഹൈന്ദവ സംഘടനകൾ പോലും നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന തോന്നൽ ഒരു ബോധ്യമായി എന്റെ ഉള്ളിലേക്ക് ഉറയുന്ന നിലയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പമെങ്കിലും ദേശീയ ബുദ്ധിയുള്ള മനുഷ്യർ തീർച്ചയായിട്ടും ഹൈന്ദവർ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഏത് നിലയിൽ, അതായത് ഹൈന്ദവ പറ്റോടുകൂടി നമുക്കിടയിൽ കടന്നുകൂടിക്കൊണ്ട് ഹിന്ദുക്കളുടെ മസ്തിഷ്കത്തെ ആകെ കൂടി ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഇതാണോ ശരി, അതാണോ ശരി, എവിടാണോ നിൽക്കേണ്ടത്, ഇവരാണോ രാജ്യത്തിനൊപ്പം, അവരാണോ രാജ്യത്തിനൊപ്പം എന്ന് പറയുന്ന തരത്തിലുള്ള വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി ഹിന്ദുക്കളുടെ ബുദ്ധിയെ കെടുത്തിക്കളയുന്ന ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവരെ അവതാളത്തിലാക്കി പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ചില സംഘടനകൾ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ആത്മാർത്ഥമായിട്ട് BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദേശീയ പറ്റുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുകൂടി നിങ്ങളൊന്ന് ഗൗരവത്തോടുകൂടി കാണണം. ഹിന്ദുക്കളുടെ ശത്രു എന്ന് പറയുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. എന്തായാലും പോങ്ങൻ ദേശവിരുദ്ധനല്ല, ഹിന്ദു വിരുദ്ധനല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം. അതുകൊണ്ട് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ തീർച്ചയായിട്ടും ഗുരുവായൂരിന് ഇണങ്ങുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിൽ എത്തേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ്. ജനപ്രതിനിധിയായാൽ ഗുരുവായൂർ എന്ന് പറയുന്ന ആ മണ്ഡലത്തിലെ ഹിന്ദുക്കൾക്കല്ല, ഗുരുവായൂരപ്പനല്ല, സകലമാന മനുഷ്യർക്കും നല്ലത് മാത്രം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു വിശ്വാസം പങ്കിട്ടുകൊണ്ട് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ജയിച്ചു വരട്ടെ എന്ന് പറയുന്ന ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ പ്രകൃതിക്ക് മുന്നിൽ പങ്കിട്ടുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലപ്പുഴയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. അമ്പലപ്പുഴയിൽ ഹരിതസലാം ജയിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് അമ്പലപ്പുഴ എന്ന് പറയുന്നത് പാർത്ഥസാരഥിയുടെ നാടാണ്. ഗുരുവായൂർ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ നാടാവുന്നത് പോലെ അമ്പലപ്പുഴ പാർത്ഥസാരഥിയുടെ നാടാണ്. അപ്പോൾ ഗുരുവായൂരാവട്ടെ അമ്പലപ്പുഴയാവട്ടെ അത്രത്തോളം ഈ മതേതരത്വത്തിൻ്റെ ആ ഹരിതാഭ അങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈഷമ്യം കൊണ്ടാണ്. അത് വർഗീയതയല്ല ഞാൻ പറയുന്നത്, വേറെ കുറച്ചുകൂടി വിശദീകരണം വേണ്ടി വരും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. തൽക്കാലം തെറ്റിദ്ധരിക്കുന്നവർ തെറ്റിദ്ധരിച്ചോളൂ. എന്നാലും ഞാൻ പറയുകയാണ്, ഉറപ്പായിട്ടും അമ്പലപ്പുഴയുടെ കാര്യത്തിൽ ഞാൻ ആ G. സുധാകരനാണ് ഭേദം എന്ന് പറയുന്നത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്നുള്ള വിചാരം കൊണ്ടായിരുന്നു ഞാൻ അത്തരമൊരു അഭിപ്രായം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന ഒരു ചിന്ത വന്നു. കാരണം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSU ആണല്ലോ നമ്മുടെ സുധാകരന്റെ അനുജനെ ഇല്ലാതാക്കിയത്. അപ്പോൾ ആ അനുജന്റെ ആത്മാവിനോട് കാണിക്കുന്ന ഒരു ആദരവാകുമായിരുന്നു കോൺഗ്രസിന്റെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് G. സുധാകരൻ എന്ന് പറയുന്ന ആ വ്യക്തി സ്വതന്ത്രനായിട്ട് മത്സരിച്ച് അവിടെ ജയിച്ചു വരണം എന്ന് പറയുന്ന എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും മാറ്റം വരിക തന്നെ ചെയ്യും. സ്വാഭാവികമാണ് ഞാൻ ഈ പറയുന്ന കാര്യം പലപ്പോഴും
ആളുകൾക്ക് അത്ര കണ്ട് മനസ്സിലാവുന്നില്ല. അതെന്റെ ഭാഷയുടെ പരിമിതി കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ വളരെയേറെ ശ്രദ്ധിക്കാം സംസാരിക്കുമ്പോൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ചില സ്ഥാനാർത്ഥികൾ ജയിച്ചു വരേണ്ടതുണ്ട്. CPM-ന്റെ സഹായം കൂടാതെ ജയിച്ചു വരാൻ യോഗ്യരായിട്ടുള്ള BJP-യുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ CPM-ന്റെ ഉത്തമരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്ന് തോന്നുന്ന ചില മനുഷ്യരുമുണ്ട്. വളരെ എണ്ണത്തിൽ ചുരുക്കമാണ് എങ്കിൽ പോലും അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും തീർച്ചയായിട്ടും നമ്മുടെ നിയമസഭയിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ജനാധിപത്യത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതുപോലെ തന്നെ ഈ ഭീകരമായ അഴിമതി ഖജനാവ് കട്ടുകൂട്ടാനുള്ള വാസനയ്ക്കും മറ്റുമൊക്കെ ഒരു അല്പമെങ്കിലും കടിഞ്ഞാണിടാൻ എല്ലാ തരത്തിലും ആളുകൾ നിയമസഭയ്ക്കകത്ത് വരണം. അതാണ് അതിന്റെ ഒരു ശരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ തന്നെ സമൂഹത്തിനും മണ്ഡലത്തിനും ഉതകുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധി തീർച്ചയായിട്ടും നമ്മുടെ സമ്മതിദായകർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആഗ്രഹവും കൂടി പ്രാർത്ഥനാ രൂപത്തിൽ പ്രകൃതിക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. ടാറ്റ. സ്നേഹം.